ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 3 പേര് മാത്രമായിട്ട് ഒരു ചലഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ. നമ്മൾ ഒരു ചലഞ്ച് ചെയ്തോളൂ, ലെഫ്റ്റ് റൈറ്റിന്റെ അത് പറഞ്ഞാൽ ചെയ്തോളൂ നമ്മൾ 3 പേരായിട്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇന്നൊരു ചലഞ്ച് ചെയ്യാന്ന് വെച്ചു. ഇന്നത്തെ ചലഞ്ചാണ് റോ വിസിസ് ബോയിൽഡ് വിസിസ് ഫ്രൈഡ്. പഴുത്തതല്ല, വറുത്തത്. അപ്പൊ നമ്മൾ 3 കാർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ് വെച്ചിട്ടാവും നമ്മൾ സെലക്ട് ചെയ്യുക. എല്ലാം ഒരേ ഫുഡ് ഐറ്റംസ് തന്നെ ആയിരിക്കും. ഇപ്പൊ മീനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമീൻ കഴിക്കണം. ഓക്കെ, ഫ്രൈ ചെയ്ത എല്ലാ സാധനങ്ങളും ഫ്രൈ ചെയ്യാൻ കൊള്ളത്തില്ലല്ലോ. അങ്ങനെയുണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു ലക്കിന്റെ ഒരു കളിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലതൊക്കെ തിന്നാൻ കിട്ടും. അതെ അതെ. ഇപ്പം മീനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ പച്ചക്ക് തിന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിന്നും. പിന്നെ തിന്നണ്ടേ, കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്, സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കഴിക്കാൻ പറ്റില്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞാലും മതി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒരുപാട് സമയമൊന്നും പറഞ്ഞ് കളയേണ്ട ആവശ്യമില്ലല്ലോ. പച്ചക്കൊക്കെ തിന്നിട്ടുണ്ടോ എന്തെങ്കിലും മീനൊക്കെ? ഞാൻ തിന്നിട്ടുണ്ടോ തോന്നുന്നു പണ്ട്. ഭയങ്കര ചൂട് കേട്ടോ, ഈ ലൈറ്റിന്റെ ചൂട്, വീടിന്റെ ചൂട്, പുറത്തെ ചൂട്, മൊത്തത്തിൽ ചൂടാങ്ങ്. അപ്പം നമുക്ക് ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് എടുത്താലോ? ഫുഡ് വേറെ എടുത്തു തരാനൊന്നും ആരുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് വെച്ച് കാർഡിട്ട് സെലക്ട് ചെയ്ത് ഗെയിം എടുക്കാന്ന് വിചാരിച്ച്. അതെ അതെ, അതുകൊണ്ട് കാർഡുണ്ട്. നമ്മളിങ്ങനെ കുലുക്കി ഇടും, എടുക്കുക, വായിക്കുക, തിന്നാ. ഓക്കെ, തുടങ്ങാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഫുഡ് ഐറ്റംസ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മാഗിയാണ് എടുത്തിരിക്കുന്നത്. മാഗി പുഴുങ്ങിയതുണ്ട്, മാഗി വറുത്തതുണ്ട്, പച്ച മാഗിയുണ്ട്. അമ്മ അവളെ തന്നെ അവിടെ ചമ്മയ്ക്ക് അത് തന്നെ കിട്ടാൻ പോകണം. കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടട്ടെ, നിങ്ങൾ എടുത്തോണേ. 1 2 3 സ്റ്റാർട്ട്. എടുത്തോ. ബോയിൽഡ്. എനിക്ക് വേവിച്ചത്, അച്ഛന് പൊരിച്ചത്, അമ്മയ്ക്ക് റോ. കറക്റ്റ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് പച്ചവാക്കി കേട്ടോ കഴിക്കാളെ. അല്ല, അച്ഛൻ ചിരിക്കണ്ട, അതീനും തേഞ്ഞതാ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. എനിക്ക് സ്പൂണില്ലേ? അയ്യോ, എനിക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റും. ഇങ്ങനെ കറക്കി കുത്തി ഞാൻ ശീലിച്ചു പോയി. ആ, സ്പൂൺ വേണം. നിങ്ങൾക്ക് ഫോർക്ക് വേണോ കഴിക്കാൻ? വേണ്ടേ? എടുത്ത് കടി, കറ ഉറാതിരിക്കും. ആ മസാല വേണം, മസാലയല്ലേ മെയിൻ. അപഭാഗ്യാണ് അമ്മ, അപഭാഗ്യ. ഹാപ്പി ഇവിടെ കാലിന്റെ ഒന്ന് നിൽക്കുക കേട്ടോ. അതങ്ങോട്ട് അത് നിരത്ത്, ഇങ്ങനെ നിരത്ത്. അമ്മ കഴിക്കട്ടെ കേട്ടോ. അമ്മ കഴിച്ചിട്ട് അമ്മ കഴിക്കാം. കടി അങ്ങനല്ല, മൊത്തത്തിൽ എടുത്ത് ബർഗർ കഴിക്കും പോലെ അങ്ങോട്ട് കടി അങ്ങോട്ട് എടുത്ത്. ആ, ഇത് ചുമക്കുന്ന ടേസ്റ്റ് ഉണ്ടോ അമ്മ? ഈ കറുത്തത് എടുത്ത് തിന്ന്, അതങ്ങോട്ട് എടുത്ത് തിന്ന്. അത് കോരി അങ്ങോട്ട് തിന്നത്. നോട്ടാ ചേച്ചിരി ഞാൻ കഴിച്ചു കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത് മുട്ടയാണ്. ഇതില് 2 പേർക്ക് ലക്കായിരിക്കും കേട്ടോ. പുഴുങ്ങിയതും പൊരിച്ചതും തിന്നാനായിട്ട് ഈസിയാണ്, പക്ഷെ പച്ചമുട്ട അതെ പാടാണ്. നമുക്ക് ഉരയ്ക്കുന്നു, അവൻ മുട്ടയുടെ മണം അടിച്ചോണ്ട് കേട്ടോ. അപ്പൊ പച്ചമുട്ട ഇതെന്തിനാ എന്റെ നേർക്ക് വെച്ചേക്കുന്ന? അമ്മയ്ക്കല്ലേ കിട്ടാൻ പോണാ. ഇതൊരു കാര്യം ചെയ്താ പിടിച്ചോ. ഇന്ന് ഞാൻ നേർച്ചയൊക്കെ നേർന്നിട്ടാ വന്നേക്കുന്നത്. ഓക്കെ, ഇടട്ടെ. 1 2 3 എടുത്തോ. എന്തിനാ ഫ്രൈഡ്? അച്ഛന് റോ, എനിക്ക് ബോയിൽഡ് ആണ് കേട്ടോ. അച്ഛൻ എന്നാ പിടിച്ചോ. എന്തിനായിരുന്നു പറഞ്ഞ? പച്ചമുട്ട കൊണ്ട് തിന്നോ? അച്ഛൻ പച്ചമുട്ടയൊക്കെ തിന്നുന്നയാ. അച്ഛൻ പണ്ട് തിന്നിട്ടുണ്ട്, കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, അച്ഛാമ്മ മറ്റേ അരിക്കലത്തി വെച്ചിരുന്ന അച്ഛൻ എടുത്ത് തിന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അരിക്കാലത്തിനകത്ത് എടുത്ത് വെക്കൂലായിരുന്നു മുട്ട. അതായത് കോഴി ഇങ്ങനെ മുട്ട ഇടുമ്പോഴേ അച്ഛൻ പോയി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് വായിലിടുമായിരുന്നു. ഇത് ഒത്തിരി ദിവസം ആയതാ, 10-20 ദിവസം ആയതോ. അച്ഛൻ കുടിക്കുക, അമ്മ കാണാത്. ആ തോടോടങ്ങ് മിഴുങ്ങച്ചാ, ചബക്ക്, തോടോടങ്ങ് ചബക്ക്. കുടി. മഞ്ഞക്കുരു വീണില്ല. വീണ ആ ചില്ലൂടെ അങ്ങ് തിന്നെ. നാളെ പോയി അടക്കിയിരിക്കേ. മുട്ടയും തോടും എല്ലാം കൂടെ തിന്നാനുള്ള. ആ പിന്നെ റോ എന്ന് പറഞ്ഞ എന്തിനാ? റോ എന്ന് പറഞ്ഞ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഉള്ള സാധനം മൊത്തം ഞാൻ തിന്നും. ഇല്ല, അതും തിന്നേ പറ്റൂ. ഇത് റോയിൽ വരുന്നതാ, മുട്ടത്തോട് റോയിൽ വരുന്നതാ, അത് തിന്നേ പറ്റും. ആ പറ്റത്തില്ല, മുട്ടത്തോട് റോയിൽ വരുന്നതാ, അത് തിന്നേ പറ്റും. ചീമുട്ടയായിരുന്നു ഒരു വാട.
ശരിയാ. മുട്ട ഇത് ഞാൻ ഡെയിലി കഴിക്കുന്നത് 4, 5, 6 മുട്ടയില്ലേ മാ. മുട്ട കഴിക്കുന്ന എനിക്കൊരു പുത്തിരിയല്ല. നീ ഇതെടുത്തോ, അത് ഞാൻ എടുത്തോ. വേണ്ട, അതങ്ങ് കയറ്റിയാൽ മതി. പാലമായി കുമ്പളായി നാശമാക്കി ആ വണിക്ക് തിന്ന് മഞ്ഞക്കുരു നക്ക്. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. നെക്സ്റ്റ് റൗണ്ട്. ഇനിയിപ്പോ ഞറക്കൊന്നുമില്ല, കിട്ടിയതങ്ങ് തിന്നുവാ. അച്ഛൻ എന്തിനായിരിക്കുന്ന റോ തിന്നോ, ഞറക്കില്ല ഇരുത്തോട്ടെ. ഈ കളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. 2 റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞറക്കില്ല, ഫ്രണ്ട് ഇരിക്കുന്നത് തിന്നുവാ. അങ്ങോട്ട് തിന്നു, എനിക്ക് ഫ്രൈ, അമ്മയ്ക്ക് പോയി തിന്നോ തിന്നോ തിന്നു. ഓക്കെ ഇടട്ടെ. ഇപ്രാവശ്യം ആർക്കാന്ന് ഞാൻ പറയട്ടെ, ഞാൻ ഇല്ലുമിനാട്ടിയും കൂടാ അമ്മയ്ക്കാ. ആ ഹോയ്, അയ്യോ എന്റെ ഫ്രഞ്ച് ഫ്രൈസ് വീണ്. അത് ഒന്നുകൂടെ എടുക്കണം. ഈ ഫ്രഞ്ച് ഫ്രൈസ് വീണപ്പോഴേക്കും അറിയാതെ ഫ്രൈഡ് അമ്മയ്ക്ക് പോയിട്ടുണ്ട്. മര്യാദക്ക് മൊത്തം തിന്നില്ലാതെ കഴിക്കാൻ പോലും. കൊച്ചുവിന് ആദ്യമായിട്ട് കിട്ടിയ ഇത് നിങ്ങൾക്ക് കിട്ടിയാലേ അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് കൗണ്ടറൊക്കെ ഞാൻ പഠിച്ചു വെച്ചായിരുന്നു. അത് പോയി. ഞാൻ ഇതിനകത്ത് ഇത്തിരി ഉപ്പിടാൻ മറന്നു പോയി. ഉപ്പിട്ടിരുന്ന പച്ചക്കൊക്കെ ഒഴിഞ്ഞല്ലേ. ആ കേറ്റിക്കോ. ഞാൻ ലാസ്റ്റ് തിന്നാലോ. അടിപൊളി ടേസ്റ്റ്. ഇത്തിരി ഉപ്പിട്ടിരുന്നെങ്കിൽ സൂപ്പർ. മുളക് ഇട്ടാ സൂപ്പറാ. പടക്കം പൊട്ടിക്കാൻ കേറിയിരി. മുട്ടയുടെ കിണ്ടി അത് തിന്നില്ലല്ലോ. അച്ഛൻ മുട്ടയുടെ തോട് തിന്നില്ല, അതുകൊണ്ട് ഇതിന്റെ തൊലി കളഞ്ഞാലേ ഞാൻ തിന്നില്ല. ചവച്ചരച്ച് തിന്നേ പറ്റൂ. ആ സൗണ്ട് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പോട്ടെ, തുപ്പാനല്ലേ ഇറക്കായി. ഇത് വളവിളാന്നിരിക്കുന്ന ഒരുമാതിരി. അമ്മ ഇപ്പൊ റൂമിലോട്ട് കേറിട്ട് തുടങ്ങും തൃശ്ശൂർ പൂരം. പുഴുങ്ങിയങ്ങ് അടിക്കുക. അച്ഛന്റെ ഇത് വളിഞ്ഞരമ്പിന് ഒരു കേടുണ്ട്. പണ്ട് ഡോക്ടർ പറഞ്ഞു അത് ഒരിക്കലും നന്നാവൂല, ഭയങ്കര സൗണ്ട്. അച്ഛൻ ബസ്സിലേക്ക് വിടൂ ഇല്ല. ഞാൻ ആട്ടാരും എനിക്ക് ഇതിനകത്ത് നാണക്കേടൊന്നുമില്ല. ഈ മനുഷ്യന്റെ സാധനം വളി എന്ന് പറയുന്ന ഒരു അന്തസ്സാണ്. ഓക്കെ നെക്സ്റ്റ് റൗണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ആണ്. ഇത് ഒടുക്കത്തെ ഒരു റൗണ്ട് ആയിരിക്കും. നമ്മൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. കണ്ടല്ലോ എന്തൊക്കെയാണ്: റോ ചിക്കൻ, ബോയിൽഡ് ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? പച്ചതനക്ക് തന്നെ കിട്ടും. പച്ച അച്ഛനാണ് കിട്ടും. ഇല്ല എല്ലാം വിധിയാണ്. എല്ലാം തൃശ്ശിയുടെ വിളയാട്ടം. വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. ഐ എം വെരി കോൺഫിഡന്റ്. എനിക്കിത് കിട്ടാൻ മുള്ള. നമുക്ക് എണ്ണിത്തിരിക്കാം. അക്കം പൊക്കം. ഓക്കെ, എണ്ണിപ്പിരിക്കാം. നിങ്ങളെ ഫ്രൈഡ്, അച്ഛൻ്റെ ബോയിൽഡ്. എനിക്കിത് വേണ്ട. എടുത്ത് തിന്നോന്നാ. ആ എല്ലും മുള്ളും ഒക്കെ എടുത്തങ്ങ് തിന്ന്. ഞാൻ ഇൻസ്റ്റേ കണ്ടിട്ട് ഒരു പെണ്ണ് പച്ച ഇറച്ചി എടുത്ത് തിന്നുന്ന. ആ പെണ്ണാണ് വിളി തിന്ന് കൊടുക്കട്ടെ പുല്ല് പാവം. ഗൈസ് ഇത് തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ വാള് വെച്ച് മറിയും. പച്ച ഇറച്ചി ഗൈസ് ഇതെങ്ങനെ തിന്നണ? തണുപ്പ് കേട്ടാ, തണുത്തിരിക്കുന്നു. കുറച്ചുകൂടെ വലിയ പീസ് ഇല്ലായിരുന്ന? ആ കോഴി മൊത്തത്തി എടുത്തോണ്ട് വെക്കാൻ തൂവലോടെ ഉണ്ടോ? തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറും. മണപ്പിച്ച് വയ്ക്കണം. കഴുകി വെച്ചു. തിന്നാൻ പറ്റത്തില്ല ഈ സാധനം പാടാ. ഗായ്സ് ഇത് സീന. ഞാൻ ഇതെങ്ങനെ തിന്നു? ഇതിന്റെ ഒരു പീസ് ഞാൻ കഴിച്ചു തരാം. എന്നാ എടുത്ത് തിന്നു. പൈസ ഒന്നും തരത്തില്ല, വേണേ തിന്നാ മതി. പിന്നെ ആഗ്രഹമാണെങ്കിൽ തിന്നോ, അല്ലാതെ അയാള് പൈസ വന്നിട്ട് ഇപ്പൊ തിന്നണ്ട. അമ്പടി തുളസു അവള് ഓസിന് ഇപ്പൊ പൈസ ഒപ്പിക്കാൻ നടക്കും കേട്ടോ. വണ്ടിക്ക് ഇപ്പൊ ഓട്ടോ ഒന്നും ഇല്ലല്ലേ.
ഇതാകുമ്പോ ഒരു ചിക്കൻ എടുത്ത് കടിച്ചതില്ലേ അല്ലെങ്കിലേ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ താ, ഞാൻ അതെടുക്കാം. എനിക്ക് തിന്നാൻ പറ്റത്തില്ല ഗൈസ്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആണെങ്കിൽ ഈ പച്ച കണക്ക് മുളക് വരെ പച്ചമുളക്. മുളകോ? ആ ഇത് 2 ഓപ്ഷനേ ഉള്ളൂ. ഒരുമാതിരിയൊക്കെ പണിയല്ലേ കേട്ടോ. എനിക്കൊരു അവസരം വരും. എരിയില്ലല്ലോ ഇത് തിന്നാലോ. ഞാൻ ഗെയിം നടത്താനായിട്ടൊക്കെ നിന്നാ മതിയായിരുന്നു. എനിക്ക് അതാ നല്ലത്. അടിക്കാൻ പറ്റൂല കേട്ടാ. പച്ചമുളക് വാച്ച കുറച്ചുകൂടി ചെറുത് ഇല്ലായിരുന്നു. ഇല്ലല്ലേ ഉള്ളത് ഇതേ ഉള്ളൂ. ഓക്കെ, ഇത് തിന്നിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാലോ. കഴിക്കട്ടെ, നോക്കിക്കോ. നാളെ കക്കൂസ് ചെയ്ത് തന്നെ കരയും. എല്ലാവർക്കും പണി കിട്ടി. ഫസ്റ്റിലെ പണി കിട്ടിയതേ ഉള്ളൂ. ആണല്ലേ? പിന്നെ കിട്ടില്ലല്ലേ? പിന്നെ കിട്ടില്ല. എനിക്ക് എത്ര വട്ടം കിട്ടി? ഒരു പ്രാവശ്യം കിട്ടി മുട്ട. ആ, എല്ലാ റൗണ്ടിലും ഓരോരുത്തർക്കും വെച്ച് കിട്ടി കേട്ടോ. എനിക്കായിരുന്നു മുതുക്ക് പണി. 2 കിട്ടി. 2 കിട്ടിയോ? മറ്റേ പച്ച ഉരുളൻകിഴങ്ങ് നിന്നല്ലേ. ഓവറോൾ നോക്കുമ്പം എനിക്കാണ് തോനെ പണി കിട്ടിയിരിക്കുന്നത്. അതില്ല തോക്കൻ. അതൊക്കെ പറയാല്ലേ. ഓക്കെ ഗൈസ്, എന്തായാലും വളരെ നല്ലൊരു ഗെയിം ആയിരുന്നു സുഹൃത്തുക്കളെ. നിർത്തുമല്ലേ? ഇനി വേണോ ഐറ്റംസ്? ഞാൻ വേണമെങ്കിൽ പുറത്തോട്ട് മറ്റേ കാച്ചിലൊക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.